എൻ്റെ GTA 5 ഗെയിം പ്ലേ ഞാൻ ഒരു യുണീക്ക് രീതിയിലാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, റോൾ പ്ലേ തന്നെയാണ്. സോ മൈക്കിളിനെ ഞാൻ അങ്കമാലി ഡോൺ ആയിട്ടാണ് പറയാൻ പോകുന്നത് ഗെയിം കളിക്കുമ്പോൾ. പിന്നെ ട്രെവറിനെ ആസ് പാലക്കാട് അച്ചാച്ചൻ, പിന്നെ ഫ്രാങ്ക്ലിൻ ഞാൻ തന്നെയായിരിക്കും. സോ ഈ രീതിയിലായിരിക്കും ഞാൻ ഗെയിം പ്ലേ കളിക്കുമ്പോൾ റോൾ പ്ലേ ചെയ്യുന്നത് GTA 5. സോ വെൽക്കം ബാക്ക് ഗൈസ്. GTA 5 രണ്ടാമത്തെ ഗെയിം പ്ലേ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ വീഡിയോയിൽ 9 വർഷം മുന്നേ നടന്ന യാങ്ടണിൽ നടന്ന ബാങ്ക് ഹൈസ്റ്റ് ആണ് നമ്മൾ കണ്ടത്. സോ അതിനുശേഷം പാലക്കാട് അച്ചാച്ചന് എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെ അങ്കമാലി ഡോൺ കറന്റ് ഒരു ഫാമിലി മാൻ ആണ്, സെറ്റിൽഡ് ആണ്. പിന്നെ ലൈഫിൽ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത് ബേസ്ഡ് ആയിട്ട് ഇപ്പം കറന്റ് തെറാപ്പി സെഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് പ്ലേ ദ ഗെയിം. Your son, James. He's a good kid. ശരിയായ ഒരു തന്തവൈബ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്കമാലിയോടെ കാണുന്നത്. Why? Does he help the fucking poor? No. He sits on his ass all day, smoking dope and jerking off while he plays that. സ്വന്തം മകനിൽ ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആണ് അങ്കമാലി ഡോൺ. No wonder this country's screwed. And what about you? What about me? ഐ തിങ്ക് സ്വന്തം മോൻ ലൈക്ക് ക്രൈം ഒന്നും ചെയ്യുന്നില്ല, ലൈക്ക് ബാങ്ക് ഹൈസ്റ്റ് ചെയ്യുന്നില്ല. അത് ചെയ്യാത്തോണ്ടാണ് പുള്ളി ഡിസാറ്റിസ്ഫൈഡ് ആയെന്ന് എനിക്ക് തോന്നുന്നു. കണ്ട, പുള്ളിനെ പോലെ ഒരു ഗുണ്ട സ്വന്തം മോൻ ആയിട്ടില്ല. വെറുതെ ഗെയിമും കളിച്ച് തിന്ന് തടി വെച്ച് വീട്ടിലിരിക്കുകയാണ്. അതാണ് അങ്കമാലി ഡോണിന്റെ ഒരു വിഷമം. ശരിയായ തന്താൻ കേട്ടോ. പുള്ളീനൊക്കെ കൗൺസിൽ ചെയ്യണ ആ കൗൺസിലിനെ സംഭവിക്കണോട്ടാ എന്റെ പൊന്നെ. പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്കമാലി ഡോണിന്റെ അവസ്ഥ ഉണ്ടില്ലേ, മനസമാധാനം ഇല്ല. സോ നമ്മുടെ തെറാപ്പി സെഷന്റെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ശരി ഡോക്ടറെ, കാണാം. അടുത്ത ആഴ്ച കാണാം. ബൈ. I gotta tell you, I ain't too sure this shit is working for me. Well, a sense of overriding futility is a vital part of the process. ശരി ഡോക്ടർ. Embrace it. Yep ഡോക്ടർ. അടുത്ത ആഴ്ച കാണാം. ബൈ. വാവ്, GTA 5 വേൾഡ് ഉണ്ടല്ലോ, നല്ലൊരു ബ്രൈറ്റ് കളറുള്ള. ഐ ലൈക്ക് ഇറ്റ്. കണ്ട, സിറ്റി കൊള്ളാം, വൈഡ് ഓപ്പൺ ആയിട്ടുള്ള സിറ്റി, NPCs, സൈക്കിൾ ഓടിച്ചോണ്ടല്ലോ അടുത്ത്. ഓ, ആ പെണ്ണ് കൊള്ളാം. ഇതേ ചില ആൾക്കാർ യോഗ ചെയ്യണു. എൻ്റെ അമ്മ, ഈ പാർട്ട് ഓഫ് ദ സിറ്റി വൈബ്. ജിമ്മിലെ അണ്ണന്മാര്. ഓ, അതെ അവള് കൊള്ളാട്ടാ, സെക്സി. സോ ഫൈനലി അങ്കമാലി ഡോൺ ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി പുറത്തിറങ്ങിക്കുകയാണ്. പിച്ചക്കാരനെ പിന്നാലെ നടക്കണ പോലീസുകാര്. ഞാൻ എന്റെ ചങ്ക് ലമാറാണ്. ഈ ലമാർ പറഞ്ഞല്ലേ, പക്വതയല്ല ലമാറിന്. ഇപ്പൊ അവിടെ കാണുന്ന വീട്ടില് ഞാനും ലമാറും മോഷ്ടിക്കാൻ വേണ്ടി പോണ്. ഒരു വെളിവില്ല, പക്വതയിലാണ്ട് ഓരോന്ന് ചെയ്തു കൂട്ടാ. പുള്ളിക്കെന്താ വലിയ സംഭവം തോന്നെ. നമ്മളൊക്കെ മോഷ്ടിക്കുന്നതും പിടിച്ചു പറിക്കുന്നത് എന്താ, ലൈഫ് സെറ്റിലാണ്. എന്റെ ഫ്രണ്ടായ ലമാർന്ന് വെച്ചാൽ ലൈക്ക് ആൾക്കാരെ കാണിക്കുക, വലിയ ഗുണ്ടയാണ് മറ്റേത്. ഇതൊക്കെ അവൻ ഇപ്പൊ പഠിക്കില്ല, കുറച്ച് കഴിയുമ്പോ പഠിക്കും. വാ വാ വാ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയമില്ല, മാറ വാ. സോ ഈ വീട്ടിലാണ് നമ്മള് മോഷണം നടത്താൻ പോണേ. ലമാറ് ഫ്രണ്ടിൽ പോയിട്ട് ബാക്കിൽ പോയാൽ മതി. പുള്ളിക്ക് അല്ലെങ്കിലേ ബോധമില്ല, ഒരു കണ്ണ് വേണം അവനിൽ.
This nigga must got the baby dick. Yeah, and all this shit paid for with ഓ that. വാവ്, നമ്മളപ്പോ കാറാണ് മോഷ്ടിക്കാൻ പോണേ. Come to daddy. Which one you want, nigga? എനിക്കോ എന്റെ ഫേവറേറ്റ് ഉള്ള റെഡാ. സോ റെഡ് കാർ എടുക്കാം. ലമാറ മാറ്, ആ കാർ ഞാൻ എടുത്തോളാം. അയ്യോ, അവൻ നോട്ട് ഓൾറെഡി ഇട്ടേനു റെഡില്. വേണ്ട. Like that? Yeah. Big dick on a nigga, huh? Shit, for real, homie? Damn, കൊള്ളാട്ടോ, this motherfucker got ടെക്കി rolled വണ്ടി. up and everything, nigga. He should have paid the nizzo. And you gotta grind to keep that shit. Now it's back on us. Hell Yeah. yeah, I want to see what it do. Hey, hit me on the എടാ, പതുക്കെ പോടാ. എന്റെ അമ്മ, ഒരു പക്വത ഞാൻ പറഞ്ഞില്ലേ, ഒരു ബോധലാണ് ഇറങ്ങണ. അവന് ലൈസൻസ് ഉണ്ടോന്ന് പോലും എനിക്ക് അറിയില്ല. അറിയോ, right up here, homie. I'm about to go nice and slow. നമ്മള് കാര്യം ശരിയാ, മോഷണൊക്കെ നടത്തണ, പക്ഷെ ഒരു എത്തിക്സ് വേണ്ടേ. ഇത് ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചോണ്ട് നമ്മള് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഗൈസ്? ഇല്ല. അതവനിപ്പ പറഞ്ഞാൽ മനസ്സിലാവില്ല, ചോരത്തിളപ്പാ. ഇപ്പൊ ഒന്നും പറഞ്ഞ തലേ കയറില്ല. ഇവൻ എന്ത് പോക്ക പോയെന്നറിയോ? ഞാനൊക്കെ ആലോചിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു പോറിലും പറ്റാണ്ട് ഈ കാറൊന്ന് എത്തിക്കണം, പൈസ വാങ്ങാം. മിക്കവാറും അവൻ എവിടെയെങ്കിലും പോയി ഇടിക്കും, എനിക്കതാ തോന്നുന്നത്. അവൻ എത്ര സ്പീഡിൽ പോണേ പൊക്കോട്ടെ, ഞാൻ മര്യാദയ്ക്ക് ഓടിക്കോളൂ വണ്ടി റോഡില്. കയറി അനാവശ്യമായിട്ട് ഓടിച്ച് വണ്ടി ഇടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനൊക്കെ കുട്ടിക്കളി തന്നെ. അവനെ എന്നിട്ട് റേസ് ചെയ്ത് തോപ്പിക്കുക. ഇപ്പൊ വണ്ടി ഇടിച്ച് ലൈസ് ചെറുതായിട്ട് ഇടിച്ച്, സോറി. അവനെ മാപ്പിൽ കാണാനില്ല ഗൈസ്. അവനെ കണ്ടു. ഇത്രയും പോക്ക് കൊണ്ട് ആവശ്യമുണ്ടോ ഗൈസ്? ഇല്ല. നമുക്ക് മര്യാദയ്ക്ക് ഒന്ന് വണ്ടി ഓടിച്ച് പോയാൽ മതി. ആർക്കൊരു വിഷമവുമില്ല. എന്റെ അമ്മ, അവനെ എങ്ങോട്ടൊക്കെ പോണേ കണ്ട. എന്റെ അടിയ, ഇതൊക്കെ ഫിലിം സ്റ്റുഡിയോ ആണ്. അതിന്റെ ഉള്ളിൽ കൂടെ പോണേ. ഏതോ ഏലിയൻ ബേസ്ഡ് ആയിട്ടുള്ള പടം എടുക്കാൻ തോന്നേട്ടാ. എന്റെ അമ്മ, ഏതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ അവൻ പോണേന്നറിയോ? ഇത് മിക്കവാറും പോലീസ് വരും. ഇവൻ ഈ ചോരത്തളുപ്പ് കാണിച്ച് എനിക്ക് തോന്നണ്ട പോലീസ് വരും, ഷൂറാ. കണ്ട ഏത് കാട്ടിക്കൂടെയൊക്കെ അവൻ പോണേ. എന്റെ പൊന്നില മാറെ നിർത്ത്. എനിക്ക് വയ്യ, എനിക്ക് തലക്ക് പ്രാന്ത് പിടിക്കണ്ട ഇവനോടെ വണ്ടി പിടിച്ച. അറിയോ, ഗവൺമെന്റ് റോഡൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അതിൽ കൂടെ ഓടിക്കാനും വയ്യ. അവൻ ഈ കണ്ണി കണ്ട് ഊട് വഴി മറ്റേതും മറച്ചത് എന്തോ വലിയ സെറ്റപ്പ് വിചാരിച്ചു. ഇവന് കുറച്ച് സിനിമകൾ കുറച്ച് കൂടുതലാണ്. ഈ അനാവശ്യ പടങ്ങൾ കണ്ടിട്ട് ഇവൻ ഇങ്ങനെ കാണിക്കുന്നത്. എന്റെ പൊന്നിലമ്മാരെ ഒന്ന് പതക്കെ പോടാ. എന്റെ കാറൊക്കെ ചാടിക്കണ്ടില്ലേ. ഇത് മിക്കവാറും കാറ് കൊടുക്കാൻ പോകും, പകുതി പൈസ കിട്ടിയാ മതി. അമ്മാരെ നിക്കടാ. എന്റെ അമ്മ, അവന്റെ കാർ ഇടിച്ചു തോന്നേ. സൗണ്ട് കേക്കണ്ട്. ഇടിച്ചു എനിക്ക് ഇടിച്ചു തോന്നേ. ആ ഇടിച്ചിട്ടുണ്ട്. എന്റെ അമ്മാരെ, എന്റെ അമ്മ, ഇവൻ നിക്കടാ. പറ നേരെ അവൻ കോസ്റ്റ് അടിക്കണം. അല്ല, എന്നാ പോക്കാ പന്നി പോണേ. അവനെന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ട് മാത്രം ഇതൊക്കെ സഹിക്കണം. കണ്ട അനാവശ്യ പ്രശ്നങ്ങളൊക്കെ ഏണിട്ട് വിളിച്ചു വരുത്താം. ബസ് ഇടിച്ചപ്പോ അവൻ ചത്താന. കണ്ണി കണ്ട ഇത് ഏത് വഴിയാണോ എന്റെ പൊന്നീശ്വര? മാറാ, നിക്കടാ, നിർത്തടാ. എടാ, എന്റെ വണ്ടി ഇടിച്ച സോറി ഗൈസ്, എന്നെ അടിച്ചിട്ട് വിടും. ഇവനെ പോലുള്ള ഒരു പടുവാഴനെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എന്റെ വണ്ടി ഇടിച്ചു. എന്റെ വണ്ടി സാധാരണ വണ്ടി ഓടിക്കുമ്പോ ഇങ്ങനെ ഇടിക്കാറൊന്നുമില്ല. ഇവന്റെ പിന്നാലെ പോയി ഇവനൊന്നും പറ്റാണ്ട് നോക്കി എന്റെ ജീവിതം മുടിയും ഉറപ്പാ. എന്തെങ്കിലും ഇവൻ കാരണം ഷുവറാ. അവനെവിടെയാ? കണ്ട അവരെ കാറ് പോയാണ്ട.
ഞാൻ നിന്നോട് Finally, bitch. ചിരിക്കണ Gonna learn how to move some. ആ I'll show you കൂട്ടിയും how to കാണിച്ച് move something, nigga. പിന്നെ ആ കണ്ടോ ഇവൻ കാരണം പോലീസും വന്നു. എനിക്ക് അറിയാതെ ഇതുപോലെ എന്തെങ്കിലും നടക്കുന്നു. You explain that shit. Ah. I'll see you at എടാ, the dealership. തെണ്ടി Explain that shit my ass. അവൻ കൺവിൻസിങ് സ്റ്റാറായി. ഞാൻ നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാനിപ്പോ വരാന്ന്. തെണ്ടി അവൻ പോയി. അരെ എന്നെ വിട്ടുപോയി ഗൈസ്. ഈ പോലീസ് എന്റെ കാർ നശിച്ചു. ആ ഗൈസ് ഇത് പുറത്തേക്ക് പോണ വഴി എവിടെ ഗൈസ്? എന്റെ അമ്മ അവൻ കാറായി. എന്റെ അമ്മ പോലീസ് അവൻ വൃത്തികെട്ടവനാ. കണ്ടില്ലേ ഒരു പ്രശ്നം വന്നപ്പോ സ്കൂട്ടായി. ക്ലാസിക് ഫ്രണ്ട്ഷിപ്പ് കേട്ടോ. എന്തിലൊക്കെ പ്രശ്നം വരുമ്പോ ഒഴിഞ്ഞു പോവാ. പോലീസിനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കണം അല്ലേ? ഇതൊക്കെ കയ്യേറ്റല്ല മാറെ ശരിയാക്കണ്ട. എന്റെ അമ്മേ മാറ്. പോലീസും ഫോളോ ചെയ്യണ്ട്. കാറിനൊന്നും പറ്റാനും പാടില്ല. ഞാൻ കാറ് പറ്റാണ്ട് പരമാവധി ശ്രമിക്കുക. ഇത് എങ്ങനെ ഞാൻ ഹാൻഡിലാണ് ഗൈസ്? ഗൈസ് അത് പോലീസാണ് കാർ അടിച്ച. ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. എന്റെ റീല എപ്പടി പോയി ഗൈസ്? ആ ലമാർ ഒറ്റ ഒരുത്തം കാരണ മര്യാദയ്ക്ക് നമ്മൾ മോഷണം നടത്തി പോലീസും വരികയില്ല. സമാധാനമായിട്ട് ഡീലർഷിപ്പിന്റെ അടുത്ത് പോവാ, കാറ് കൊടുക്ക. ഇങ്ങനെ നടക്കേണ്ട സംഭവ ഇത്. ഈ ലമാർ ഇതൊക്കെ നടക്കണം അറിയോ? ഈ പോലീസ് ഞാൻ കളയണ്ടേ? ഈശ്വരാ പോലീസിനെ കളയാൻ എന്തൊക്കെ കടുങ്കൈ ചെയ്യണമെന്ന് അറിയോ? കണ്ട കാട്ടിൽ ഞാൻ പോകേണ്ട അവസ്ഥയായി. അവനാണെങ്കിൽ സ്കൂട്ടായി. പോലീസിന് എന്റെ തലയിലാക്കി അവൻ സ്കൂട്ടായി. ഇവിടെ പ്രശ്നത്തിലായത് ഞാനാ. ഇതിന്റെ അകത്ത് കയറാം. ഐ തിങ്ക് പോലീസുകാരും വരില്ല. കണ്ട ഫാക്ടറിയുടെ അകത്തൊക്കെ കയറിയുണ്ട്. മതി ഇവിടെയൊക്കെ. എന്റെ അമ്മേ ഇതേപോലത്തെ ഒരു ചങ്കി ആർക്കും ഉണ്ടാവില്ല. ഈശ്വര ആർക്കും ഉണ്ടാവില്ല. അവൻ നന്നായി വരട്ടെ. നന്നായി വരട്ടല്ല മാറി നന്നായി വാ. അവൻ കാരണം ഈ പ്രശ്നത്തിൽ അയ്യോ വണ്ടി ഹെഡ്സെറ്റും ചാടുന്നു. ഇത് വൃത്തികെട്ടൊരു ഹെഡ്സെറ്റും കിട്ടിയുണ്ട്. ഓ ഗൈസ് പോലീസ് ഇവിടെ വന്നു ഗൈസ്. കനാലിലിറങ്ങാൻ ഗൈസ് വേറെ വഴിയില്ല. ഇത് ഞാൻ എന്തോരം സമയം എടുക്കും പോലീസുകാരൊക്കെ പോവാൻ. പോലീസുകാർ ഇങ്ങനെയൊക്കെ പ്രശ്നം. എന്റെ കാർ നോക്കട്ടെ. എന്റെ കാറിന്റെ അവസ്ഥ നോക്കട്ടെ. കണ്ട ആ ഫ്രണ്ടില് കുറച്ച് ആ ഫ്രണ്ടില് ഈ അവസ്ഥ വരാൻ കാരണം അവനൊറ്റ ഒരുത്തനല്ല അമ്മാറ് ശവം. അവൻ കാരണം എന്റെ ഈ ഫ്രണ്ടില് ആ കാറിന്റെ ഫ്രണ്ട് പിന്നെ ബാക്ക് സൈഡ് കുറച്ചുണ്ട് സ്ക്രാച്ച്. എനിക്കൊരു കാര്യം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ താല്പര്യം. ഈ ലമാറിനെ പോലുള്ള ചങ്കുള്ള കാരണം അത് നടക്കത്തില്ല. ഷുവറാ. വണ്ടി ഒന്നും നനയ്ക്കാം. അപ്പൊ ഗൈസ് ഫൈനലി പോലീസ് നമ്മളെ ചേസ് ചെയ്ത് നിർത്തിയേക്കാണ്. ഇനിയും സമാധാനമായിട്ട് ഈശ്വര ഡീലർഷിപ്പിലേക്ക് പോവാം. ഈ കാറൊന്ന് പോയി കൊടുക്കാം. അതിന് ഇനി കേറാനുള്ള വഴി കണ്ടുപിടിക്കണം. ഐ തിങ്ക് അതിൽ കൂടെ കയറാൻ പറ്റും. ഇല്ലാന്ന് തോന്നുന്നു. ലമാറ അവിടെ എത്തിയിട്ടുണ്ടാവും. അവനിപ്പോ സുഖല്ലേ? ആ എന്റെ കാറ് ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് രണ്ടു വട്ടം ചിന്തിക്കണം ലമാറിന്റെ കൂടെ എന്തെങ്കിലും പരിപാടിക്ക് ഇറങ്ങിയ. ഒരു കാറ് മുട്ടിക്കാൻ ഇറങ്ങിയതാ. അത് ഈ പോലീസിനൊന്നും ഇൻവോൾവ് ആക്കേണ്ട ആവശ്യമില്ല. ആ ലമാറ പറഞ്ഞ ലമാറിന്റെ ഒരു ചോരത്തളപ്പ് പറഞ്ഞ ഇത് ഇത്രയും നടന്നേ അറിയോ? ലമാർ നന്നാവാൻ പോകത്തില്ല. അവൻ ഇതിനു മുമ്പ് അവൻ നന്നാവത്തില്ല. അവൻ എന്ത് പറഞ്ഞാലും നന്നാവത്തില്ല. അവനൊക്കെ കൂടെ എടുത്തിട്ട് എന്നെ വേണം പറയണം ഗൈസ്. എന്നെ വേണം. സോ നമ്മൾ
റോഡിലോട്ടുള്ള വഴി തപ്പിക്കൊണ്ടിരിക്കുക. അത് പിടുത്തല്ലോ. ഗൈസ് ഐ തിങ്ക് ഫൈനലി എത്താറായി തോന്നുക. കാറിന്റെ അവസ്ഥ നോക്കാനില്ല ഗൈസ്. ഇനി എങ്ങനെയെങ്കിലും ഈ വർക്ക് തീർക്കാന്നുള്ളൂ. വർക്ക് ഏറ്റെടുത്ത് പോയില്ലേ. സോ നമ്മൾ മുകളിലോട്ടുള്ള വഴി കണ്ടുപിടിക്കണം. സോ ഈ ട്രെയിൻ ഏരിയയിൽ നിന്ന് ആദ്യം മാറും, എന്നാലാണ് നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് റൂട്ടിലെത്തി ഫൈനലി. ഇനി നമ്മള് ഡീലർഷിപ്പിന്റെ അടുത്ത് പോവാണ് കാർ കൊടുക്കാൻ വേണ്ടി. സിമിയോണിന്റെ അടുത്താണ് ഞാനിപ്പോ വർക്ക് ചെയ്യണേ. സിമിയോണിന്റെ ഒരു ചെറിയൊരു എന്താ പറയാ വർക്ക്ഷോപ്പാണ് സിമിയോണിന്റെ. സിമിയോണി ചേട്ടന്റെ കൂടെയാണ് വർക്ക് ചെയ്യണേ. പുള്ളിയൊക്കെ ഈ ലമാറ വളോട്ട് കൊടുക്കുക. പുള്ളിയൊക്കെ ഈ ലമാറിന്റെ സംഭവത്തിന് വളോട്ട് കൊടുക്കുക. പുള്ളിക്കൊന്ന് രണ്ട് വർത്താനം പറയാ. ലമാറി ബോധമില്ലാത്ത പുള്ളി ഞാൻ പറയത്തില്ല. സോറി ഗൈസ്, ഞാൻ വണ്ടി ഇടിക്കാണ്ട് ഈ പരിപാടി ചെയ്യണമെന്ന് വിചാരിച്ചാ. പക്ഷെ അറിയാലോ, ലമാറിനെ പോലുള്ള ചങ്കുള്ളവർത്തോളം കാലം എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. ലമാർ ഇല്ലാത്തൊരു പരിപാടിക്ക് ഞാൻ അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ഞാൻ പരമാവധി മുന്നേ ട്രൈ ചെയ്തു. പിന്നെ പോലീസ് വന്നപ്പോ എന്റെ റിലേ എത്തി. അതാണ് ഇപ്പൊ നടന്നത്. സോ നമ്മള് നമ്മുടെ വർക്ക് ഏരിയയിൽ എത്താറായി. നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്താറായിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്, നമ്മുടെ സിമിയോണി അണ്ണന്റെ വർക്ക്ഷോപ്പ്. പ്രീമിയം ഡീലക്സ് മോട്ടോർ സ്പോർട്ട്, അതാണ് സിമിയോണി അണ്ണന്റെ വർക്ക്ഷോപ്പ്. ലമാർ ഓൾറെഡി അവിടെ എത്തിയാണോ? കണ്ടോ? അയ്യോ, എന്താ നിഷ്കളങ്കൻ ലമാർ. അയ്യോ, അടി അടികളാണ്. ഓ, അത് നമ്മുടെ അങ്കമാലി ഡോന്റെ മോനാണ്. എന്റെ ലമാറെ വേണ്ട, അത് അങ്കമാലി ഡോന്റെ മോനാ. എനിക്ക് അനാവശ്യമാണ് വള്ളി പിടിക്കുക. ഇതാ ഞാൻ പറഞ്ഞത്. എന്താ ഷോപ്പ് അവന്റെ ലമാറിന്റെ. സിമിയോണി അതിലും വലിയ വാഴയാ, അറിയാലോ. ലമാറിന്റെ പറ്റിയ ബോസ് തന്നെ. കണ്ട, സപ്പോർട്ട് ചെയ്യാ. ലമാർ എന്ത് പൊട്ടത്തിനും സപ്പോർട്ട് ചെയ്യാ. ഈ ലമാറും സിമിയോണും തെറ്റായ ആളുടെ മോനായിട്ടാ വണ്ടി പിടിക്കണം. നമ്മുടെ അങ്കമാലി ഡോണായിട്ട്. പുള്ളി റിട്ടയർ ആയിട്ട് നാളുകളായി. പുള്ളിയുടെ പഴയ സ്വഭാവം എടുത്താ എന്റെ അമ്മ. ഞാനൊന്നും ആളല്ല. കണ്ട, പ്രൈസ് അവന് വിഷയമല്ല, പൊട്ട. ഈ ലമാറും സൈമണും ബോധമില്ല. ലമാറ, ഞാൻ വീട്ടിൽ പോവാ. നീ വണ്ടി വാ. എനിക്ക് അനാവശ്യ ബിസിനസ്. ലമാറ, ഞാൻ ഒരാഴ്ച കൂടി വിളിക്കും. നിനക്ക് വണ്ടി വരാം. ഞാൻ വീട്ടിൽ പോകാൻ പോവാ. അല്ലെങ്കിൽ ഞാൻ നീ ഇല്ലാണ്ട് പോകാൻ പോണ്ട. നീ വന്നോ? ഓക്കെ. സോ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ഫൈനലി വീട്ടിൽ പോകാൻ പോവാണ്. സോ ഇതാണ് എന്റെ കാർ ഗൈസ്. ഇതിലൊരു പോറില്ലാണ്ട് പറ്റും. സോ നമ്മള് ഫൈനലി വീട്ടിൽ പോവാണ്. സോ ഇനി മനസ്സമാധാനമായിട്ട് പോവാം. ഡീസന്റ് ആയിട്ട്, ആസ് എ ഗുഡ് സിവിൽ സിറ്റിസൺ ആയിട്ട് പോവാം നമുക്ക് വീട്ടിലോട്ട്. കാറ് മോഷണം, ഗ്യാങ് വാർ, അതിനൊക്കെ ഈ ലമാർ ചെയ്യണം. ബെഗിളി സ്വഭാവം ലമാർ, ബെഗിളി സ്വഭാവം. സോ ലെറ്റ്സ് ഗോ. എന്റെ വീട് എന്റെ വർക്ക് പ്ലേസിൽ തൊട്ടടുത്ത. എന്റെ വർക്ക്ഷോപ്പിന് അധികം പോകണ്ട, ഇപ്പൊ തന്നെ എത്തും. സോ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ഇന്നത്തെ വർക്ക് വലിയ പരിപാടിയൊന്നുമില്ല. 2 കാറ് പൊട്ടിക്കുക, അത്രേ ഉള്ളൂ. ഈ ലമാറുള്ളോട് ഇത്രയും വലിയ വള്ളിയൊന്നും ശരിക്കും പറഞ്ഞാൽ പോലീസ് പോലും എന്റെ ആവശ്യമൊന്നും ഇല്ല. പോലീസ് ഒന്നും അറിയാണ്ട് നമ്മൾ നൈസായിട്ട് കാറ് പോകുന്നു, കൊടുക്കുന്നു. ഇതായിരുന്നു ഈ ലമാറ്. കണ്ണൂല ലമാറ റോട്ടിലെ ഷോ ഓഫ്. അത് കാരണം തന്നെയാ പോലീസ് വന്നത്, ഇത്രയും വിഷയമായ. സോ ഇതാണ് എന്റെ വീട്. എന്റെ വലിയ വീടൊന്നല്ല, ചെറിയ വീടാ. എന്റെ വീട്ടില് എനിക്കൊരു ആന്റി ഉണ്ട്. ആന്റിയുടെ സിസ്റ്ററാണ്, എനിക്ക് പിടുത്തില്ല. ഒരുത്തി ഉണ്ട് വീട്ടില്. സോ എന്റെ വീട്ടിൽ ഫൈനൽ എത്തിയായിരിക്കാണ്. അങ്ങനെ ഗൈസ്, ഒരു ദിവസത്തെ വർക്ക് കഴിഞ്ഞു. ഇറങ്ങട്ടെ. ഒന്ന് വീട്ടിൽ പോടല്ല മാറെ. പണി കഴിഞ്ഞില്ലേ? വീട്ടിൽ പോകാൻ പാടില്ല. എനിക്ക് മടുത്തു നിന്നെ കൊണ്ട്. ഹെയർ സ്റ്റൈൽ പോരാ ഗൈസ്. എന്റെ ഫ്രണ്ട് കളിയാക്കി തുടങ്ങി ഗൈസ്. എന്റെ ഹെയർ സ്റ്റൈൽ പോരാന്ന് പറഞ്ഞു. അത് നമ്മളെ പറ്റ കളിയാക്കി ഗൈസ്. ഞാൻ പറഞ്ഞ എന്റെ ആന്റിയോ സിസ്റ്ററോ ആരാന്നെനിക്ക് അറിയില്ല. പുള്ളിക്കാരി സീരിയൽ കണ്ടോണ്ടിരിക്കുക.
ഏത് നേരം 24 മണിക്കൂർ സീരിയലാണല്ലോ. Okay, baby. I see you at the thing. You hear? ഞാൻ I പോവാ. was on the phone, boy. Bye. Don't be listening. God damn. പിന്നെ ഇതെന്റെ റൂമാണ്. ഇതാണ് എന്റെ റൂം. അലങ്കോലമായിട്ട് ഇരിക്കുക എനിക്കറിയാം. കുറെ നാളായി റൂമിലോട്ട് വന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട്. എനിക്കൊന്ന് ഉറങ്ങണം. സോ ഗൈസ്, ഈ ഗെയിം പ്ലേ വീഡിയോ ഞാൻ എൻഡ് ചെയ്യാൻ പോവാണ്. സോ എൻ്റെ ലമ്മാറ് കളിയാക്കി എൻ്റെ ഹെയർ സ്റ്റൈൽ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അടുത്ത വീഡിയോയിൽ എൻ്റെ ഹെയർ സ്റ്റൈലും ഇതൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് വരുന്നതായിരിക്കും. സോ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.